സ്വിഫ്റ്റ്. അപ്പം അതിന്റെ ഒരു ഓണർ റിവ്യൂ ആണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഇതിന്റെ ഇപ്പൊ ഒരു ഫൈനൽ അപ്പിയറൻസ്. പിന്നെ ഇതിപ്പം ഞാനിതിന്റെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ പഴയ മോഡലിന്റെ ആയിട്ട് റീപ്ലേസ് ചെയ്തായിരുന്നു. ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതാകുമ്പം ക്രോമിനോട് പേഴ്സണലി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഫുള്ളി ഡീക്രോം ആണ്. ലോഗോ ബ്ലാക്ക് ചെയ്തു. അതുപോലെ ഫോഗ് ലാമ്പിന് നമ്മളൊരു എക്സ്ട്രാ ഒരു കവറിങ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ വണ്ടി വരുത്തിയിട്ടുള്ളൂ. റോബിനെ, ഇപ്പം പുതിയ ഒരാള് ഏതായാലും പുതിയ ഷിഫ്റ്റ് ഇപ്പം ഡീസൽ ഇറങ്ങുന്നില്ലല്ലോ, വണ്ടി ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ. അപ്പം പഴയ മോഡല് ഷിഫ്റ്റ് എടുക്കാൻ അഭിപ്രായമുള്ള ഒരു 10 വർഷം പഴക്കമുള്ള വണ്ടി ഷിഫ്റ്റ് എടുക്കാനുള്ള ആൾക്കാരോട് എന്താണ് പറയേണ്ടത്? നമ്മൾ യൂസ് ചെയ്ത സ്വിഫ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ, ഡീസൽ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സർവീസിങ് പ്രോപ്പർ ആണോ നോക്കുക, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. കാരണം ഡീസൽ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ സർവീസിങ്, എഞ്ചിൻ ലൈഫ് നമ്മൾ നോക്കണം. കാരണം അതിന് എപ്പോഴും മെയിൻ്റെനൻസ് വരും.